ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോകൾ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. ഇതിലെല്ലാം നമുക്ക് ഒരുപാട് സൗഹൃദ വലയങ്ങളും ഉണ്ടാകും. ഇവരോടൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അവർ അവരുടേതായ ഭാഷയിൽ നമ്മളോട് ചാറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും കുറച്ച് പ്രയാസപ്പെടാറുണ്ട്. എങ്കിൽ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ വാട്സാപ്പിൽ ഏത് ഭാഷയിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക നമ്മളുടെ എല്ലാവരുടെയും മാതൃഭാഷയായ മലയാളത്തിലാകും. ഇതുപോലെ ഏത് ഭാഷക്കാരോടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാറ്റ് ചെയ്യാൻ കഴിയും. സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആപ്ലിക്കേഷൻ അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇൻസ്റ്റാൾ ചെയ്യപ്പെടേണ്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇനി താഴെയുള്ള ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും തടസ്സം നിങ്ങൾ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ www.keerus.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള മലയാള വിവരണവും ഡൗൺലോഡ് ലിങ്കും ലഭ്യമാണ്. നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഒരു ആപ്ലിക്കേഷനെ. കൂട്ടുകാർക്ക് ഇപ്പോൾ എൻ്റെ വാട്സാപ്പ് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഞാനൊരു മെസ്സേജ് ഇവിടെ അയച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇംഗ്ലീഷിലുള്ള ആർട്ടിക്കിളാണ്. നമുക്കതിൻ്റെ അർത്ഥം വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലുള്ള ആപ്ലിക്കേഷൻസുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ ടേൺ ഓൺ എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കാണാൻ കഴിയുക. ആദ്യമായിട്ട് മൈ ലാംഗ്വേജ്, ഫ്രണ്ട് ലാംഗ്വേജ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം എന്ന് കാണാൻ കഴിയും. ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലാംഗ്വേജ്, അവർ ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താലും ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഇംഗ്ലീഷാണ് ആക്കി കൊടുക്കുന്നത്. ശേഷം നമുക്കിവിടെ ഒരു ബോക്സ് കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് എനാബിൾ ചെയ്യാം. ഇനി അതിന് താഴെയായിട്ട് വാട്സാപ്പ് ബിസിനസ്, ഇൻസ്റ്റാഗ്രാം, നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ ഇത് ഉപയോഗിക്കണമെന്ന് ഇവിടെ സെലക്ട് ചെയ്തു. ഞാനിവിടെ വാട്സാപ്പ് മാത്രമാണ് എനാബിൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഇവിടെ ചെറിയൊരു ഓപ്ഷൻ വന്നത് കൂട്ടുകാർ കാണാൻ കഴിയും. വീണ്ടും ഞാൻ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഇംഗ്ലീഷ് ആർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ട് ഇതിന് മുകളിൽ കൊടുത്ത് ജസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ മലയാളത്തിൽ ഇതുപോലെ റീഡ് ചെയ്ത് തരും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനി ലാംഗ്വേജുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റിൻ്റെ ഏത് ലാംഗ്വേജ് വേണം എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓട്ടോ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഓട്ടോ ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലൊരു മെസ്സേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇതുപോലെ മലയാളത്തിലോട്ട് ആ ഒരു മെസ്സേജ് മാറ്റി തരും. ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഏതൊക്കെ ചാറ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ ചെയ്ത് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, കീരൂസ്.